ഇനി കുറച്ച് കോലാലംപൂരിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയാലോ. അപ്പാർട്ട്മെൻറ്റിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് രാത്രിയിൽ കാണാനിറങ്ങിയത് ബുക്കിറ്റ് ബിൻറ്റാങ് ആണ്. കോലാലംപൂരിലെ ഫേമസ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഹബ്ബാണ് ബുക്കിറ്റ് ബിൻറ്റാങ്. ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന കളർഫുൾ സ്ട്രീറ്റ്സ്, പിന്നെ നൈറ്റ് ക്ലബ്സ്, നൈറ്റ് ബാർസ്, വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന ഫുഡ് മാർക്കറ്റ്, ഒരുപാട് ലോക്കൽ ക്യൂസീൻസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പിംഗ് മോൾസ്. ബുക്കിറ്റ് ബിൻറ്റാനിൽ രാത്രികൾ ഉറങ്ങാറില്ല, ഇങ്ങനെയാണ് പറയുന്നത്. കാരണം രാത്രി ഏറെ വൈകിയാലും സ്ട്രീറ്റ് വളരെ വൈബ്രൻറ്റും ആക്റ്റീവും ആയിരിക്കും, എസ്പെഷ്യലി പബ്ലിക് ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും. ഞങ്ങൾ പോയത് ഒരു പീക്ക് സീസണിലായത് കാരണം തന്നെ സ്ട്രീറ്റ് വളരെ ആക്റ്റീവായിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളിലും ലൈവ് ബാൻഡും ഷോസും പെർഫോമൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ചെറിയൊരു ട്രൂപ്പ് അവരുടെ ഒരു പെർഫോമൻസിനായിട്ട് റെഡി ആവുന്നത് കണ്ടു. അതും കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു മേജർ ബാൻഡ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്നത് കണ്ടുകൊണ്ടിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ് കേട്ടോ ആ അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് തന്നത്. അത് കണ്ടതിന് ശേഷം ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ 7-Eleven ഒരു സ്റ്റോർ കണ്ടു. ഇതൊരു ഫേമസ് കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ചെയിനാണ് എന്നെനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നതും ഉള്ളിൽ കിടക്കുന്നതും. അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു സ്ട്രീറ്റ് വെൻഡർ അവിടെ ബ്രെഡ് ഓംലെറ്റ് ആണെന്ന് തോന്നുന്നു അത് ഉണ്ടാക്കുന്നത് കണ്ടു. 7-Eleven ഉള്ളിൽ കിടന്നപ്പോഴേ മനസ്സിലായത് ഇതൊരു ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളൊരു വിശാലമായ ഒരു ഷോറൂമാണ് കേട്ടോ. ഓരോ ഫുഡ് ഐറ്റമിനും പല വെറൈറ്റീസാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് നൂഡിൽസിൻ്റെ സെക്ഷൻ. നോക്കി എന്തുമാത്രം വെറൈറ്റീസ് ആണെന്ന്. അപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ലായിരുന്നു, അത് കാരണം നൂഡിൽസ് ഒന്നും മേടിച്ചില്ല. പിന്നെ വേറെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് ഓരോ ഷെൽഫ് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരുന്നു. അടുത്ത സെക്ഷനിൽ കണ്ടത് റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. അവിടെ സോസേജസ്, എഗ് റോൾ, പപ്സ്, ചിക്കൻ റോൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കണ്ടു. പക്ഷേ ഫസ്റ്റ് ഡേ അത് കാരണം അതൊന്നും മേടിച്ച് കഴിക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അടുത്ത സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഒരുപാട് ബൺസ് കണ്ടു. പല വെറൈറ്റി ഓഫ് ബൺസ് ആയിരുന്നു. മെക്സിക്കൻ ബൺ, പിസ്സ ബൺ, ഡോണറ്റ് ചോക്ലേറ്റ് ബൺ, സ്ട്രോബെറി ജാം ബൺ, അങ്ങനെ 3-4 വെറൈറ്റീസ് ബൺ കണ്ടു. പക്ഷേ അതും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് കുറച്ച് റെഡിമെയ്ഡ് ഫുഡ് ഐറ്റംസ് ആണ്. അതായത് റൈസ് ഐറ്റംസ്, സാൻഡ്വിച്ചസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ മുകളിലത്തെ ഷെൽഫിൽ ഒനിഗിരി കണ്ടു. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് ഒനിഗിരി. ഉള്ളിൽ റൈസ്, സ്റ്റിക്കി റൈസ്, പിന്നെ പുറത്ത് സീവീഡിൻ്റെ ഒരു കവറിങ്ങുമാണ്. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാത്ത കാരണം ഞാൻ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഒരു 3 വെറൈറ്റീസ് ഒനിഗിരിയാണ് ഞാനിവിടെ കണ്ടത്. സാൻഡ്വിച്ചസ് പോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിക്കൻ ടെറിയാക്കി, സാൽമൺ സാൻഡ്വിച്ച്, അങ്ങനെ ഉള്ള വെറൈറ്റീസ് ആയിരുന്നു അത്. പിന്നെ കണ്ടത് ഈ കാരമൽ പുഡിങ്ങാണ്. ഇതെന്തായാലും നന്നായിരിക്കുമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങളിത് മേടിച്ച് കഴിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. മലേഷ്യയിലുടനീളമുള്ള സ്റ്റോഴ്സിൽ കണ്ട ഒരു ഐറ്റമാണ് ഈ ഐസ് ടീ. പല ഫ്ലേവറിൽ ഇത് ഒരുപാട് ഞാൻ പിന്നീടുള്ള കടകളിൽ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങളിത് മേടിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും കുറച്ച് ഐറ്റംസ് എല്ലാം നോക്കിയതിന് ശേഷം എന്തായാലും ഒന്നും മേടിക്കേണ്ട എന്നുള്ള തീരുമാനത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോയി. അപ്പോഴാണ് അവിടെ ഒരു റാക്കിൽ മലേഷ്യൻ 100% മലേഷ്യൻ ബനാന എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. ഓരോ കവറിനകത്തും ഓരോ ബനാന ഇങ്ങനെ ക്യൂട്ടായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബനാനയ്ക്ക് ഒരു റാക്ക് എന്നുള്ള രീതിയിലായിരുന്നു അത് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. 1.5 റിംഗറ്റ്സ് ആണ് ഒരു ബനാനയുടെ പ്രൈസ്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട്. അങ്ങനെ ഒന്നും മേടിക്കാതെ ഞങ്ങൾ 7-Eleven നിന്ന് ഇറങ്ങി വീണ്ടും ആ പെർഫോമൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നത് കണ്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചെന്നത് ഫുഡ് സ്ട്രീറ്റിലേക്കാണേ. ഇത്രയും നേരം കണ്ട കാഴ്ചകളൊന്നും ഒന്നുമേ അല്ല എന്ന് ഈ ഫുഡ് സ്ട്രീറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബുക്കിറ്റ് ബിൻറ്റാങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ലോക്കൽ ഫുഡ് മാർക്കറ്റ്. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇരുവശങ്ങളിലും ഒരുപാട് ഫുഡ് സ്റ്റോൾസാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല വെറൈറ്റിയിലുള്ള ഫുഡ് ഐറ്റംസാണ് അവിടെ കാണാൻ കിട്ടിയത്.
എനിക്ക് തോന്നുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഒട്ടുമുക്കാൽ എല്ലാ ലോക്കൽ ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു എന്ന്. പല സ്ഥലങ്ങളും ഇതുപോലുള്ള ലൈവ് കൗണ്ടേഴ്സ് ആയിരുന്നു. പിന്നെ മിക്ക ഇടങ്ങളിലും ഇതുപോലുള്ള പിക്ചർ മെനുവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റിന് അത് കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ നല്ല ഈസിയാണ്. ചില സ്ഥലങ്ങളിലാകട്ടെ ഇതുപോലുള്ള കുട്ടി കുട്ടി ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരുന്നത് ടെൻഡക്കിൾ സ്ക്യൂഡ് RM15, അതായത് മലേഷ്യൻ റിങ്കറ്റ് 15. പിന്നെ തൊട്ടടുത്ത് സ്മോൾ ഒക്ടോപ്പസ് RM10. ഇത് മീറ്റിൻ്റെ പല സൈസസിലും ഷേപ്പിലും ഉള്ള സ്ട്രിപ്സും ഷീറ്റ്സും പീസസും ഒക്കെയാണ്. ഓർഡർ അനുസരിച്ച് അതനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ് അപ്പോൾ തന്നെ ലൈവായിട്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കൗതുകത്തിൽ ഇങ്ങനെ നോക്കി നടക്കാം എന്നല്ലാതെ ഇതെന്താണെന്നോ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നോ അറിയാത്തത് കാരണം ഇതൊന്നും മേടിച്ച് കഴിക്കാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് അപ്പോഴും ഉണ്ടായില്ല കേട്ടോ. ഇത്രയും ഫുഡ് ഐറ്റംസ് ഒന്നിച്ച് കണ്ടിട്ടും ഒരു സാധനം പോലും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നോൺ വെജ് ഐറ്റംസ് മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസും ഈ ഫുഡ് സ്റ്റോളിലുണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ഞാനിവിടെ കോമൺ ആയിട്ട് കണ്ട ഒരു ഫ്രൂട്ടാണ് ഈ ചക്കപ്പഴം പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്. അതിൻ്റെ പുറമേ കാണാനും ഉള്ളിലുള്ള ഫ്രൂട്ടും നമ്മുടെ ചക്കയുടെ ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിന് ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരുന്നേ. ആ മണം പോലും ചക്കയുടെ മണമായിട്ട് നല്ല സാദൃശ്യമുള്ളതായിരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ചക്കയാണെന്നാണേ. പിന്നെയാണ് അറിഞ്ഞത് ഇത് മലേഷ്യൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഡുരിയൻ ആണെന്ന്. ഈ കേട്ടത് ഇവർ കസ്റ്റമേഴ്സിനെ ഷോപ്പിലേക്ക് വിളിക്കുന്നതാണ് വരാൻ വേണ്ടിയിട്ട്. ഡുറിയൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ കാണുന്ന മുസാൻ കിങ്. ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രോങ് സ്മെല്ല് കാരണം റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റത്തില്ലാത്രേ. കസ്റ്റമേഴ്സിന് പുറത്ത് കൊടുത്താണ് ഈ ഫ്രൂട്ട് സെർവ് ചെയ്യുന്നത്. മാത്രമല്ല അവർക്കൊരു ഗ്ലൗസും കൊടുക്കും, ഇതിൻ്റെ സ്ട്രോങ് സ്മെല്ല് കയ്യിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അമ്പരപ്പാണ് തോന്നിയത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചക്കപ്പഴമൊക്കെ നമ്മളെന്ത് സിമ്പിളായിട്ടാണല്ലേ പീൽ ചെയ്ത് കൈകൊണ്ട് കഴിക്കുന്നത്. ഫ്രൂട്ട് സെക്ഷൻ മൊത്തം ഇങ്ങനെ പരതി നടന്നപ്പോഴാണ് അവിടെ കുറച്ച് മാംഗോസ് വെച്ചേക്കുന്നത് കണ്ടത്. നല്ല ഫ്രഷ് മാംഗോസ് ആണെന്ന് തോന്നി കണ്ടപ്പോൾ. മാത്രമല്ല ബോക്സസിനകത്ത് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ ആധിക്യം കാരണവും പിന്നെ മാംഗോസ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയത് കാരണവും ഒരു ബോക്സ് മേടിച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ബോക്സിന് 10 റിങ്കറ്റ്സ് ആയിരുന്നു വില, അതായത് ഇന്ത്യൻ റുപ്പീസ് 200. ഒരു ടേബിളോ ചെയറോ കണ്ടുപിടിച്ച് പോയി ഇരുന്ന് കഴിക്കാനുള്ള ഒരു സാവകാശമൊന്നും എനിക്ക് തോന്നിയില്ല. അവിടെ നിന്ന് അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. ഇത് കഴിക്കുമ്പോൾ എൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാംഗോസിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു എന്ന്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള മാംഗോസ് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല എന്ന്. നെക്സ്റ്റ് ഡേ ബുക്കിറ്റ് ബിൻടാങ് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ ഫുഡ് സ്റ്റോളിൽ വന്നു മാംഗോസിൻ്റെ ഒരു ബോക്സ് കൊണ്ട് മേടിക്കാൻ. പക്ഷേ അപ്പോഴേക്കും അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും മുന്നോട്ട് നടന്ന് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രി വൈകും തോറും അവിടെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടേബിൾസും ചെയർസും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെയും കസ്റ്റമേഴ്സിന് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഓപ്പൺ എയറിൽ ഒരു നീണ്ട റെസ്റ്റോറൻറ്റ് തുറന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഈ കാണുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ടൂറിസ്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവരൊക്കെ എന്താണ് കഴിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. പലരും അവിടെ ഡുറിയൻ ഫ്രൂട്ട് ട്രൈ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നേ. ഇത്രയും ജനങ്ങളുണ്ടായിട്ടും അതുവഴി നടക്കാൻ ഒരു മുഷിപ്പോ ടയർഡ്നെസ്സോ ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം അത്രയ്ക്ക് വൈബായിരുന്നു കേട്ടോ ആ പ്ലേസിന്. ഈ ഫുഡ് സ്ട്രീറ്റിൽ പല സ്ഥലത്തും കണ്ടതാണ് ഇങ്ങനെ ഇളനീര് കിട്ടുന്ന സ്റ്റോൾസ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഒരു സ്റ്റോളിൽ ചെന്നു. ഒരു ഇളനീരിന് 6 റിങ്കറ്റ്സ് അഥവാ 120 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു വില. കരിക്കിൻ വെള്ളം മലേഷ്യയിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു ഡ്രിങ്കാണ്. ഫ്രഷ് ആയിട്ടും പാക്കറ്റ്സിനകത്തും ഒക്കെ ആയിട്ട് കിട്ടാറുണ്ട്. കോക്കനട്ട് പ്രൊഡക്ഷനിൽ മലേഷ്യ വൺ ഓഫ് ദി ടോപ്പ് 10 കൺട്രീസ് ഓഫ് ദ വേൾഡ് ആണ്. അങ്ങനെ ഒരു കരിക്കൻ വെള്ളം മേടിച്ച് കുടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച മാംഗോസും കുടിച്ച ഇളനീരും അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭംഗിയും കളർഫുൾനെസ്സും ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. മലേഷ്യയിലെ തനതായ ഒരു ഡിഷ് പോലും ഇവിടെ നിന്ന് കഴിച്ചില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ നടന്നപ്പോഴാണ് ഇന്ത്യൻ റെസ്റ്റോറൻ്റായ ദാവത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു നോട്ടീസ് കയ്യിൽ തടഞ്ഞത്. നോർത്ത് ഇന്ത്യൻ താലിയും സൗത്ത് ഇന്ത്യൻ ഡിഷസും ഒക്കെ അവൈലബിൾ ആണ് എന്ന് ആ നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഡിന്നർ കഴിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കാർ റെൻ്റൽ സർവീസിൻ്റെ ഓണർ ഞങ്ങളെ ഒരു മലേഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോവുകയും ഇവിടുത്തെ തനതായ ഡിഷസൊക്കെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയും ചെയ്തത്. അങ്ങനെ ഫുഡ് സ്ട്രീറ്റിൽ നിന്നും ഒന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള വിഷമം അതോടെ എനിക്ക് അവസാനിച്ചു. രാത്രി ഏറെ വൈകുവോളം ബുക്കിറ്റ് ബിൻടാങ്ങിലൂടെ കറങ്ങി നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചുപോയത്. മലേഷ്യയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. അടുത്ത വ്ളോഗിലൂടെ കാണാം. ബൈ ബൈ.